ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാനായി സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന. ADGPയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് പുലർച്ചെ മുതൽ പരിശോധന ആരംഭിച്ചത്. ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കാപ്പ കേസ് പ്രതികളെ ഉൾപ്പെടെ പിടികൂടാൻ ലക്ഷ്യമിട്ടുള്ള പരിശോധന. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട പ്രതികൾ പോലും ഉൾപ്പെടുന്ന ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ പോലീസ് സംസ്ഥാന വ്യാപകമായി ഗുണ്ടകൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഗുണ്ടകൾ ഉൾപ്പെട്ട സംഘമായിരുന്നു. ഒരാഴ്ച മുൻപ് തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിച്ചു കൊന്നത് നേരത്തെ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ഗുണ്ടയും കൂട്ടുകാരുമായിരുന്നു. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ശേഷം പോലീസ് അറിയാതെ തിരിച്ചുവരുന്നവരെയും കേസുകളിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിയുന്നവരെയും ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി പോലീസ് പിടികൂടുന്നുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആൻറ്റി സോഷ്യൽസിൻ്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അത് കഴിഞ്ഞിട്ടും ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഡ്രഗ്സിൻ്റെ എതിരെയും ഈ ആൻറ്റി സോഷ്യൽസിൻ്റെ ഗാങ്സിൻ്റെ എതിരെയും ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ എതിരെയാണ്. ഗുണ്ടകളെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നവരെയും സാമ്പത്തികമായി സഹായിക്കുന്നവരെയും കണ്ടെത്തും. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രിമിനലുകളുടെ വീട്ടിൽ പുലർച്ചെ തന്നെ പരിശോധന നടത്തിയിരുന്നു. തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ സിറ്റി പോലീസും റൂറൽ പോലീസും വ്യാപകമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി കരമന നിയമമേഖലകളിൽ ഗുണ്ടകളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. തൃശൂരിൽ ഗുണ്ടാ നേതാവ് നടത്തിയ ആവേശം മോഡൽ മധ്യസർക്കാർ പാർട്ടിയിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി 1700-ലധികം ഗുണ്ടകളെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഗുണ്ടകൾക്കായുള്ള പരിശോധന വരും ദിവസങ്ങളിലും പോലീസ് തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തൃശൂർ.